ഉഷാർ കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൂരിക്ക് പറ്റിയ ബാജി. അതിനായി 2 ഉരുളൻകിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുക്കുക. 2 സബോള ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുക്കുക. 1 കഷ്ണം ഇഞ്ചിയും ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കുക. 3 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എരിവ് എത്രയ്ക്ക് വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക. 1 ചെറിയ കഷ്ണം ക്യാരറ്റ് തൊലി ചെത്തിയിട്ട് ഇതുപോലെ നൈസായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ്. 1 ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഇതുപോലെ ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സബോള ആഡ് ചെയ്ത് കൊടുക്കുക. സബോള ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി, നല്ലവണ്ണം വഴറ്റിയെടുക്കണ്ട. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. സബോള ഒന്ന് സോഫ്റ്റായി വരാനാണ് മൂടി വയ്ക്കുന്നത്. അതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഗ്രേവി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്രേവിയോ കുറച്ച് തിക്കാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്രയ്ക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ഉപ്പ് നോക്കുക. ഇപ്പോൾ ഗ്രേവി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവറിൻ്റെ പച്ചക്കുത്തൊക്കെ വിട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. അടിപൊളി ബാജി കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.